ഇടയ്ക്ക് നിലയ്ക്കൊക്കെ വന്ന് ആരൊക്കെ ബെല്ലടിച്ച കാരണം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ കിറുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. പലപ്പോഴും വിചാരിക്കും പുറത്ത് ആരും ബെല്ലടിക്കരുത്, പകലൊന്ന് എഴുതി വെക്കണം എന്നൊക്കെ. ഞാൻ എണീറ്റു. സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ വന്നിട്ട് ബെല്ലടിച്ചിട്ട്, ഓരോരോ ആൾക്കാർ വന്ന് ബെല്ലടിച്ചിട്ട് എണീക്കേണ്ടി വന്നു. പിന്നെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു. കാരണം കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ. മൊത്തം തലയ്ക്കൊരു മത്ത് പിടിച്ച അവസ്ഥയാണ്. വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫുഡൊന്നും ആയിട്ടില്ല. കുഞ്ഞുങ്ങൾ എണീക്കുമ്പോഴത്തേന് പാല് കാച്ചണം, കഞ്ഞി എന്തെങ്കിലും കുറച്ച് വെക്കണം. ഇന്നലെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉറങ്ങാം. ഇനി ഇവർ എണീക്കുന്ന വരെ ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്താൽ, ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഇനി ഒരു 4 മണിക്കാണ് ഞാൻ ഇന്നലത്തെ പോലെ എണീക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർ വാശിയും വഴക്കാണെങ്കിൽ ഒന്നും വെക്കാൻ പറ്റില്ല. വീണ്ടും ഫുഡ് എന്തെങ്കിലും പിള്ളേർക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ അത് വേണ്ട, എന്തെങ്കിലും എണീറ്റിട്ട് ഞാൻ വേഗം കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അലക്കാനിടാൻ ഒരു ലോഡുണ്ട്, നിറയെ ഉണ്ട്. പിന്നെ വാട്സപ്പിൽ ഇവർ എണീക്കുന്നതിന് മുമ്പ് വാട്സപ്പിനകത്ത് മെസ്സേജസ് കുറേ വന്നിട്ടുണ്ട്. ക്ലാസ്സുകാരുടെ അപ്ഡേഷൻസ് ചെയ്യണം, ഡയറ്റ് ചാർട്ട് ഇടണം, ക്ലാസ്സുകാരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, മെസ്സേജസ് അയക്കണം. പിന്നെ കമൻറ്റുകൾക്കൊന്നും ഞാൻ ഇനിയിപ്പോൾ റിപ്ലൈ കൊടുക്കുന്നില്ല. ഞാൻ ആ പരിപാടി ഒന്ന് കുറയ്ക്കാൻ പോകും. എനിക്ക് എല്ലാം കൂടെ എത്തത്തില്ല. നല്ല കമൻറ്റുകളുണ്ടെങ്കിൽ മാക്സിമം നല്ല പിന്നെ മെസ്സേജസ് കൊടുക്കും. ഈ ചൊറിയാൻ നടക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ചൊറിയാൻ നടക്കുന്നവർക്ക് അത്ര പ്രത്യേകിച്ച് റിപ്ലൈസ് ഞാൻ നൽകുന്നില്ല. അപ്പം ഞാനെൻ്റെ പണികളിലോട്ട് പോവുകയാണ്. അതൊന്നും എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ആകെ ഇപ്പോൾ ഈ ഒരു മൊബൈൽ തന്നെ ഉള്ളൂ. ഒറ്റയ്ക്ക് എനിക്കെല്ലാം കൂടെ നടക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ്. സമയം 4 മണി. ഞാനിപ്പോൾ എണീച്ചു. ചോറ് വെച്ചിട്ടുള്ളൂ. പനിയിപ്പോൾ എന്തായാലും കൺട്രോൾ ആക്കി. വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ഒരു വീട് ക്ലീൻ ചെയ്താൽ കിച്ചൺ ഞാൻ പറ്റില്ല. ക്ലാസ് ഉണ്ട് ഏഴരയ്ക്ക്. പാല് കാച്ചാൻ വെച്ചിട്ടില്ല. അതൊന്ന് പാല് ഇച്ചിട്ട് കഴുകി കാച്ചാൻ വെക്കുമോ? അന്ന് ഞാൻ എപ്പോഴും 1 മണിക്ക് എനിക്ക് പാല് എപ്പോഴും ഓർമ്മയാണ്. ഓക്കെ, അല്ലെങ്കിൽ പാല് കൊടുക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, എന്നാ ശരി. ആദ്യം കടയിൽ പോയിട്ട് അപ്പോൾ ഡേ 2 ഏകദേശം അതേപോലെ അവസ്ഥയായി. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വയ്യായിക കുറവുണ്ട്. കുഞ്ഞിന് മമ്മി കഞ്ഞി തരട്ടെ? കഞ്ഞി മുട്ട തരട്ടെ? ഗ്ലോറി നാളെ എന്തായാലും സ്കൂൾ പോകണം കേട്ടോ. ആദ്യം നാളെ എന്തായാലും 2 സ്കൂളിലാട്ടോ. എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ സ്കൂളിൽ പോകും കേട്ടോ. കുഞ്ഞ് നേരത്തെ ഇരുന്ന് ഉറങ്ങിയാലും ഇല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോകും. ഒരാൾ എണീറ്റിട്ടില്ല, ഒരാൾ ഉറക്കമാണ്. അച്ചുവിന് അപ്പോൾ വെള്ളം കൊടുക്കുകയാണ്. സമയം ഏകദേശം 10 മണിയായിക്കാണോ? ആദ്യം 5 ഒരു മിനിറ്റ് 4:46 5 മണിയാവുന്നു. 5 മണിയാവുന്നു. 5 മണി കഴിയുന്നു. പിന്നെ കടയിൽ പോയിട്ട് അപ്പോൾ എണീറ്റ് വെള്ളം കൊടുക്കുകയാണ്. ഫുൾ നൈറ്റ് ഉറങ്ങാത്തല്ല. പിന്നെ മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. ഫുഡ് ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇന്നലെയൊക്കെ ഇത്തിരി ഓറഞ്ചും ഇത്തിരി പിന്നെ പാല്, ബ്രസ്റ്റ് ഫീഡിങ് ഇത്ര തന്നെ ഉണ്ടല്ലോ. 3-4 ദിവസമായിട്ട് തരുന്ന അവസ്ഥ. നിങ്ങൾക്ക് ഇവർ രണ്ടുപേരും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇത് അച്ചുവാണ്, കിടക്കുന്ന ആൾ അല്ലുവാണ്. ആദ്യം പണികളൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇത്ര നേരം വീഡിയോ അപ്ലോഡിങ്, അതേപോലെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് തീർന്നിട്ടില്ല. ബാക്കി ഇനി കിടക്കുകയാണ്. ഇനി വീട്ടിലെ പണിയുണ്ട്. 7:30 എനിക്ക് ഓൺലൈൻ ക്ലാസ്. എനിക്ക് ക്ലാസ്സിന് കയറണം. പറ്റിയാൽ ഞാൻ പതിയെ എക്സസൈസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നോക്കട്ടെ ഇവർ മൂഡ് എങ്ങനെയാണ്. ഇവർ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നല്ല മൂഡ് കൂടി ഇരിക്കുകയാണെങ്കിൽ ഞാനിന്ന് ക്ലാസ് എടുക്കും. ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ എടുക്കും. ഞാൻ എക്സസൈസ് ചെയ്യും. നമുക്ക് നോക്കാം എന്തായാലും വൈകുന്നേരം എന്താ സംഭവിക്കുന്നത്. 7:30 ടൈം. അതിനുള്ളിൽ നമുക്ക് പണി ചെയ്യണം. തുണികളൊക്കെ മടക്കണം. പിന്നെ എന്ത് ചെയ്യണം? കിച്ചൺ ആദ്യം പറ്റിയൊന്ന് വൃത്തിയൊക്കെ പറ്റിയ ഞാൻ വൃത്തിയൊക്കെ നോക്കാം നമുക്ക്. കുഞ്ഞു ഇത്ര നേരം കണ്ടില്ലേ? ഇത്ര നേരം കുഞ്ഞു കണ്ടില്ലേ? സാറിൽ കുറച്ച് അല്ലുവിന് കാണാൻ വെച്ചു കൊടുക്ക്. പെറ്റ്സ് കേട്ടോ. അല്ലു കരയുന്നുണ്ട്. മമ്മിക്ക് പാലെടുക്കട്ട്. കുറേ പണിയുണ്ട് പോനെ. പ്ലീസ് കുഞ്ഞ, നല്ല മോനല്ലേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം. ആദ്യം ആ ചോട്ടുന് വെറുതെ കറന്ന് കരയല്ലേ, വാശി കാണിക്കില്ലേ വെറുതെ. ആദ്യം റിമോട്ട് കൊടുക്കുന്ന മാറ്റി. കുഞ്ഞ് കരയാതിരിക്കുക, വെറുതെ കരയില്ല. കുഞ്ഞു വാവയല്ല, കുഞ്ഞ് ബിഗായി. ശരി, കുറച്ച് കഴിഞ്ഞിട്ട് തരും. അവിടെ പിടിക്കുക.
മാറ്റരുത്. ആ പ്രോമിസ് ചെയ്യേ. ആദി കൊടുക്ക്, ആദി കൊടുക്ക്. മാറ്റരുത് കേട്ടാ, പെറ്റ്സ് മാറ്റരുത്. അല്ല് കരയാതിരിക്കുന്നുണ്ട്. മമ്മി പോയിട്ട് പാലെടുത്തിട്ട് കൊടുക്കട്ടെ. അത് പിടിച്ച് സപ്പോർട്ട് ചെയ്യേ. അല്ല, അത് സിപ്പറല്ലേ ആദി, അത് ബുദ്ധിമുട്ട്. അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. നേരെ എടുത്ത് ഇരുത്ത്. അല്ലെങ്കിൽ വേണ്ട, അല്ലു അത് കുടിച്ച് ഞാനത് കഴുകി കൊടുക്കാം. മറ്റേ നിപ്പിള് പൊട്ടി തരണം, അത് കുടിക്കട്ടെ, ഞാൻ കൊടുത്തോളാം. നേരെ പിടിച്ചു കൊടുത്താൽ കുടിക്കാൻ നോക്കും, പറ്റും. ചോറിന് ജസ്റ്റ് തക്കാളി വഴറ്റാന്ന് വിചാരിച്ചു. വെളുത്തുള്ളിയൊന്നും ചതയ്ക്കാനും നേരമില്ല. തക്കാളിക്ക് കുറേ ചീത്തയായിപ്പോയി. ഇതിവിടെ ആവുന്ന നേരം കൊണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. മോനും ആദിക്കും കുഞ്ഞിനും ചോറ് അപ്പിട്ടുണ്ടാകും. ചെക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി അത് മാറ്റി. പിന്നെ വീട് ഫുള്ള് ആദ്യം അടിച്ചുമായിരിക്കും. കിച്ചൺ വൃത്തിയാക്കണം. ചെറുതുങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പാല് മാത്രമായിട്ട് ക്ലാസ്സിൽ കയറുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കണം അവരെ. പിന്നെ ഓട്ടമാണ്. ഇനി അതൊന്നും ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം മൊബൈൽ ചാർജില്ല. മറ്റേ മൊബൈൽ നന്നാക്കാൻ കൊടുത്തിരിക്കുക കംപ്ലൈൻ്റ് ആയിട്ട്. ക്ലാസ് എടുക്കുന്നൊന്നും ഒക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്തോളാം. കവർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇനി 1.5 മണിക്കൂർ, 8 മണിക്ക് ശേഷം ഉള്ള കാര്യങ്ങൾ കാണാം. വലിയ വീഡിയോ ആണെങ്കിൽ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടിടും. ആളെത്തിയിട്ടില്ല പാലക്കാട് നിന്ന്. അപ്പോൾ ഇനി ഓട്ടമാണ്. എത്ര ഒന്നും 3-4 ദിവസമായിട്ട് ഉണ്ടായിരുന്ന ചീത്തയായിപ്പോയി കുഞ്ഞു പോയാത്തതുകൊണ്ട്. പിന്നെ അങ്ങനെ വെക്കാനോ അതിനൊക്കെ ഓടിക്കാനോ. ക്ലീൻ ചെയ്യില്ലേ? പറ്റിയ കിച്ചൺ കൂടി ചെയ്യോ? എന്തിനാടാ? നോക്കാം, മമ്മിക്ക് പറ്റുമെങ്കിൽ മമ്മി ചെയ്യാം. ഇരിക്കണു. പിന്നെ ആദ്യൻ്റെ ക്ലീനിങ് വീഡിയോസ് കുറേ ഉണ്ട്. അത് നമ്മൾ പോസ്റ്റ് ഉണ്ടേ. വേറെ ടോപ്പിക്കല്ലേ നമ്മളതിൽ കൊടുത്തിരിക്കണം, അല്ലേ മോനെ? യെസ്. അപ്പിടണോ? ശരി, മമ്മി ഇടിക്കാൻ നിൽക്ക്. മമ്മി നിൽക്കട. ആദി ഒരു മിനിറ്റ്. അയ്യോ, സ്നഗ്ഗി വെച്ചു. ആദി ഒന്ന് കൊണ്ടിട്ട് ആ ചോട്ടൂന് അപ്പിടണം. ഒന്ന് കൊണ്ട് അപ്പിടിക്ക്. നിൽക്ക്, ഞാൻ എടുക്കാം. ഇതാ ഇവിടെ അച്ചുവിൻ്റെ സ്നഗ്ഗി അപ്പി പ്രശ്നം. എനിക്കൊരു പാപ്പ് തരാൻ വയ്യടാ. നമ്മുടെ പൊന്നല്ലേ, വെറുതെ പാല് കുടിച്ചു. 7 മണി അങ്ങോട്ട് കഴിഞ്ഞ് 7:30 എനിക്ക് ക്ലാസ്. 7:15 തോന്നുന്നു. പാല് കുടിച്ച് കൂടെ കിടക്കണം വെറുതെ മണിക്കൂർ കണക്കിന്. മണിക്കൂർ 1-2 മിനിറ്റ് ഇല്ല. പിന്നെ കിച്ചനും കൂടെ വൃത്തിയാക്കോ? പാത്രം കഴുകുമോ? എന്ത് വിധി ഇത്, പാട് വല്ലാത്ത ചതി ഇത്. കിച്ചൻ്റെ അവസ്ഥ. നാളെ ആദ്യം വൃത്തിയാക്കില്ല കിച്ചൺ. അതൊരു ഇറുക്കിലെടുത്തതാണ്ടോ. അങ്ങനെ വീണ്ടും ട്രാപ്പിഡായി. അല്ലുവാണ് പ്രശ്നം. അല്ലുവിനാണ് വാശിയും കറിച്ച്. അച്ചു കുറച്ച് ആക്റ്റീവായിട്ടുണ്ട്. ഈ അക്കം ഞാൻ വേറെ വീഡിയോ ഇട്ടെടുക്കാം. കട്ടിൻ്റെ മുകളിലത്തെ കുറുമ്പ് വീഴുകുഞ്ഞി. ഒരാളിവിടെ അസാധ്യ ഉറക്കമാണ്. അപ്പോൾ ഇന്ന് ഫുൾ നൈറ്റ് ഉറക്കമൊഴിക്കാനുള്ള നൈറ്റ് ഡ്യൂട്ടി കിട്ടാനുള്ള ചാൻസായി. എണീറ്റ് കരഞ്ഞ് വാശി കാണിച്ച ആളിവിടെ വീണ്ടും കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പാല് വേണമെന്ന് പറയണേ. പിന്നെ പാല് വേണമെന്നുള്ള വാശിയിലാണ്. ഇപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു. സമയം ഏകദേശം 9 മണിയാവണു. 9 മണിയായപ്പോഴത്തേനും എണീറ്റ് വന്നോ? ഹായ്. അങ്ങനെ പാലക്കാട് പോയ ആള് സമയം, നമുക്ക് സമയം വേണം. എങ്ങനെയാണ് ഉറക്കം വന്നാ? ബൈ. വളരെ കുറച്ച് പച്ചക്കറി 3-4 ദിവസം കൂടി വാങ്ങി. കോളിഫ്ലവറും ഒരു കുടപ്പനും വാങ്ങി. കാരണം അധികം വാങ്ങി വെക്കാൻ പറ്റത്തില്ല. നാളത്തെ അവസ്ഥ എന്താവുന്നൊന്നും അറിയില്ല. നാളെ ഇപ്പം എന്തായാലും പിള്ളേരെ സ്കൂളിൽ വിടണം. 2 ദിവസം സ്കൂളിൽ വിട്ടിട്ടില്ലല്ലോ. അപ്പോൾ വെക്കാൻ പറ്റില്ലെങ്കിൽ ചീത്തയായി പോകും. തക്കാളി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കേടായിപ്പോയി. മീൻ 3-4 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒറ്റയ്ക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നാൽ എന്താ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്, അല്ലേ? കുറച്ച് ആക്റ്റീവായി. അപ്പോൾ ഇന്നലെ കൊടുത്ത മരുന്നുകൾ ഇവർക്ക് വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട്.
ഇന്നിപ്പോൾ സമയം ഏകദേശം 11 മണി. വേണ്ട പൊന്ന, 11 മണിയായി. ഇന്ന് മെയിൽ മാത്രമേ കഴിച്ചുള്ളൂ. കുളിപ്പിച്ച് വേണ്ട കുഞ്ഞെ, വേണ്ട. കളിക്കാനൊക്കെ ഇത്തിരി തുടങ്ങി. ആക്ടിവേഷൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബാക്കാണ്. 11 മണിയായി. എന്തായാലും ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തു നോക്കണം. കഞ്ഞി ഞാൻ ചെയ്യാൻ പോകുന്നത് കുത്തരി കഞ്ഞിയിൽ നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ടിട്ട് ഒന്ന് കൊടുത്തു നോക്കാൻ പോവാണ്. അവൻ തിരുന്നില്ല. അച്ചു തിന്നുന്നില്ലല്ലോടാ. അച്ചു തിന്നച്ചു. മരുന്ന് ഒഴിപ്പിച്ചൊക്കെ വിശക്കില്ല. ഇതെന്ത്